ജാക്ക് ഫ്രൂട്ട് ചിപ്സ്. ഹലോ, എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒരു ചക്ക വിഷുവിന് കണി വെച്ചായിരുന്നു, പക്ഷെ അത് വേണ്ടത്ര മൂപ്പെത്തിയിട്ടില്ല. കറി വെക്കാമെന്ന് കരുതിയിട്ട് ഞാനിന്നത് മുറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ചുളകളൊന്നും തീരെ കനവില്ല. അത് നൈസായിട്ടുള്ള ചുളകളാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ പാകത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നൊരു ചിപ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ്. നമുക്കതിലേക്ക് ഞാനതിന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 10 നിമിഷം നമുക്കിതിനെ വയ്ക്കാം. അതിന് കനം കുറഞ്ഞ് നൈസായിട്ട് അരിഞ്ഞെടുക്കണം. കണ്ടേ അതുപോലെ 10 നിമിഷം ഇരുന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പൊക്കെ പിടിക്കും. അതിനുശേഷം നമുക്കിതിനെ വറുത്ത് കോരിയെടുക്കാം. ചക്കച്ചുള ചെറുതായി അരിഞ്ഞ് ഞാൻ മഞ്ഞവെള്ളത്തിൽ ഉപ്പിലിട്ട് വെച്ചത് ഒരു 15 നിമിഷം അങ്ങനെ വെച്ചു. ഇപ്പോൾ ഇത് ഉപ്പൊക്കെ അതിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അതിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കുറേശ്ശെയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. എണ്ണ ബാക്കി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരും. ഞാൻ സാധാരണ ഇങ്ങനെയല്ല ചെയ്യാറ്. സാധാരണ ചക്കച്ചോറ് ആദ്യം എണ്ണയിലിട്ടൊന്ന് വറുത്ത ശേഷം അതിലേക്ക് ഞാൻ ഉപ്പുവെള്ളം തെളിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാം. എണ്ണ കണ്ടു, പക്ഷേ എന്താ എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല. ആ എണ്ണ അത്രയും തന്നെ ബാക്കിയിരിക്കുന്നുണ്ട്. നമുക്കിത് ഫ്രൈ എടുക്കാനും സാധിച്ചു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്. ക്രിസ്പി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.